നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ UDF സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് CPM കൊണ്ടുവന്ന ഒരു എന്തെന്ന് പറയണം, ഒരു കഥാപാത്രമായിരുന്നു സരിതാ നായർ എന്ന് ഇപ്പോൾ ഏവർക്കും അറിയാം. പക്ഷേ ആ സരിതാ നായർക്ക് രാഷ്ട്രീയക്കാരുമായി നിരവധി വിവിധ പാർട്ടിയിലുള്ളവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നതും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നലെ ഈ അടുത്ത ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടതായിരുന്നു. സരിതാ നായർക്ക് ചികിത്സയ്ക്കായി നമ്മുടെ മോഹൻലാൽ ചികിത്സാ സഹായമായി കുറച്ച് കാശ് കൊടുത്തിരുന്നു. അത് ബാബുരാജ് വഴിയാണ് കൊടുത്തത്. അത് അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ബാബുരാജ് ഈ കാശ് എടുത്ത് ബാബുരാജിന്റെ കടങ്ങൾ വീട്ടി എന്നാണ് പറയുന്നത്. ഈ ഒരു അവസരത്തിന്റെ പല അവസരങ്ങളിലും ബാബുരാജ് ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി അയാളുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഈ വാർത്തയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മോഹൻലാൽ എന്തിനാണ് സരിതാ നായർക്ക് ഇങ്ങനൊരു ധനസഹായം കൊടുത്തത്? മോഹൻലാലും സരിതാ നായരും തമ്മിൽ എന്താണ് ബന്ധം എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരേണ്ടതല്ലേ? അന്ന് എന്റെ മനസ്സിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ത് ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്? ശ്രീലയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് സത്യത്തില് ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടറാണ്. അപ്പൊ ആ സമയത്ത് സരിതാ നായരുടെ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയമാണ്. പ്രീത, ഞാൻ ഈ വിഷയം നടക്കുന്ന സമയത്ത്, സോളാർ വിഷയം നടക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ബൈറ്റ് എടുക്കാൻ നമ്മൾ പോയ സമയത്താണ് പെട്ടെന്ന് ഈ സോളാർ തട്ടിപ്പുകാരി പെട്ടെന്ന് പറയുന്നത്, നിങ്ങളുടെ MD-യെയും, അന്ന് MV നികേഷ് കുമാറാണ്, MV നികേഷ് കുമാറിനെ ഞാൻ വിളിച്ചിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ നികേഷ് കുമാർ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ BSNL നിന്ന് ബില്ലൊക്കെ എടുത്തു. ബില്ലെടുത്തപ്പോൾ ഒരു കോളോ മറ്റോ ചെയ്തിട്ടുണ്ട്, എപ്പോഴോ ഒരിക്കലും ഒരു കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മെസ്സേജ്, ഒരു പുതുവത്സരാശംസ ഒരു മെസ്സേജും അയച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കേരളത്തിലെ ഏതൊക്കെ വകുപ്പുകൾ, ചില പ്രധാനപ്പെട്ട അല്ലാത്ത അപ്രധാനമായ, പ്രധാനപ്പെട്ടതെന്ന് തന്നെ പറയാം, എന്നാലും നമ്മൾ അറിയാത്ത പല വകുപ്പുകളിലും മേധാവികളെയും ഒക്കെ ഈ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് പോലും. അപ്പോ അത് പരിചയപ്പെടാനുള്ള കാരണം ഈ ലിസ്റ്റിൽ പേര് വന്നതുകൊണ്ടാണ്. നമുക്കിപ്പോ ഈ വാർത്ത പ്രാധാന്യം ഒന്നുമില്ലാത്ത, അല്ലെ വാർത്തകൾ കുറവുള്ള ചില വകുപ്പുകളിലെങ്കിലും അത്തരത്തിലുള്ള വകുപ്പുകളുടെ മേധാവികളെയൊക്കെ ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരുമായൊക്കെ ബന്ധമുണ്ടായിരുന്നു, എന്തായിരുന്നു ഇവരുടെ ബന്ധം എന്നതിനെ സംബന്ധിച്ച് കേവലം ഒരു സോളാർ എന്നതിനപ്പുറത്തേക്ക്, ഒരു സോളാർ ബിസിനസ്സിന് വന്ന ഒരാളെന്നപ്പുറത്തേക്ക് എത്ര തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. സിനിമാ രംഗത്തും അത്തരത്തിലുള്ള വ്യാപകമായ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ആ വിഷയത്തോടു കൂടി പലരും പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ പല രീതിയിലുള്ള സെറ്റിൽമെന്റ് നടത്തി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അവർ വീടടക്കം, വലിയ കോടികൾ വിലമതിക്കുന്ന വീടടക്കം വാങ്ങിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് അവർക്ക് ചികിത്സയ്ക്ക് കാശില്ല, അവർ വലിയ പ്രതിസന്ധിയിലാണ്, അവർ വെല്ലൂരിൽ ട്രീറ്റ്മെന്റിലാണ് എന്നൊക്കെയാണ്, കഴിഞ്ഞ കുറെ കാലങ്ങളായി ട്രീറ്റ്മെന്റിലാണെന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും അവരുമായി ചേർത്ത് പല രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കമുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്. അതവർ പരസ്യമായി തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വീട് പട്ടിണിയാകാതിരുന്നതിന് കാരണം ജയിലിലായിരുന്നപ്പോൾ പോലും ചില രാഷ്ട്രീയ നേതാക്കൾ ചെയ്ത സഹായമാണ്. ഒരാളുടെ പേരും പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ ഇനി എടുത്ത് പറയുന്നില്ല. ആ പേരാ മരിച്ചുപോയ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ മകനുമായി ഒരു ബന്ധമുണ്ടായിരുന്നു, മകന്റെ ഒരു കുട്ടിയുണ്ടെന്ന് തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും എന്തൊക്കെയോ സഹായങ്ങൾ അവർക്ക് എല്ലാ ഘട്ടങ്ങളിലും ലഭ്യമായിരുന്നു. ആ ഒരാൾക്കെതിരെ മാത്രമാണ് അവർ അത്തരത്തിലുള്ള പീഡന പരാതി ഉന്നയിക്കാതിരുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട്. എങ്കിലും നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇവർക്ക് 35 ലക്ഷം രൂപ, ചെറിയ തുകയല്ല, ഞാൻ ആ തുക ഇവരുടെ ചെക്ക് എടുത്ത് 35 ലക്ഷം രൂപ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ട്രീറ്റ്മെന്റിനായി. അത് നടൻ ബാബുരാജിനെയാണ് ഏൽപ്പിച്ചത്. ബാബുരാജ് അത് വകമാറ്റി ചെലവഴിച്ചു എന്ന് അമ്മയുടെ ഭരണാധികാരി രംഗത്തേക്ക് അദ്ദേഹം ബാബുരാജ് മത്സരിക്കുമ്പോൾ ഉണ്ടായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, അത് അവരുടെ പോസ്റ്റാണ് പുറത്തു വന്നത്. സോളാർ തട്ടിപ്പുകാരി ഇട്ടൊരു പോസ്റ്റ് ആയിരുന്നു. അത് വലിയ ചർച്ചയായി. ഒരുപക്ഷെ ബാബുരാജ് അതുകൊണ്ട് തന്നെ ഏതായാലും ബാബുരാജ് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതായിരിക്കാം വസ്തുത. ഏതായാലും ഈ പണവുമായി ബന്ധപ്പെട്ട് എന്നെ വളരെ, അത് കണ്ടപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, മോഹൻലാലിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടേക്ക് ആരെങ്കിലും ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ, ഒരു ചികിത്സാ സഹായത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് നേരിട്ട് ട്രസ്റ്റ് വഴി തന്നെയാണ് കൊടുക്കേണ്ടത്. മറിച്ച് ബാബുരാജിനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിരവധി പേർ വീടില്ലാതെയും ചികിത്സിക്കാൻ കാശില്ലാതെയും ഒക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഇന്ന് വരെ ഇത്രയും വലിയ തുക, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പറയാം, സുരേഷ് ഗോപി അതൊക്കെ ചെയ്യും. പക്ഷെ മോഹൻലാൽ ഇത്രയും വലിയൊരു തുക കൊടുത്തതായി, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തതായി നമുക്ക് വലിയ വിവരങ്ങളൊന്നുമില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇവർക്ക് 35 ലക്ഷം രൂപ നൽകാനുണ്ടായ സാഹചര്യം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി അല്ല ഇത് കൊടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ ഒരു വലിയ
ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ വ്യക്തതയില്ലെങ്കിലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്കൊക്കെ ഒരു പക്ഷെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. എന്നാലും മോഹൻലാലിനെ പോലൊരു നടന് പോലും 35 ലക്ഷം രൂപ അവർക്ക് ചികിത്സയ്ക്കായി നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളിടത്താണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളുടെയും പ്രസക്തി വരുന്നത്. അപ്പോ ഇവിടെ തീർച്ചയായും 35 ലക്ഷം രൂപ മോഹൻലാൽ എന്തുകൊണ്ട് കൊടുത്തു എന്ന് മോഹൻലാൽ വിശദീകരിച്ചിട്ടില്ല. ബാബുരാജ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നു 35 ലക്ഷം രൂപ ഏൽപ്പിച്ചിരുന്നുവെന്ന്. ആ ചെക്ക് സഹിതമാണ്, ചെക്കിന്റെ ചിത്രം സഹിതമാണ് അവർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ എവിടെയോ എന്തൊക്കെയോ ശരികളും എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് സാധാരണക്കാർ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാനില്ല. ആർക്കും സ്വാഭാവികമായി ഞാൻ ഈ വാർത്ത ചെയ്യാം അല്ലെങ്കിൽ ഇത് എന്താണ് കാരണം എന്നിങ്ങനെ ചിന്തിക്കുന്ന, അത് കണ്ടപ്പോൾ തന്നെ ചിന്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രീതയുമായി സംസാരിച്ചപ്പോഴും പ്രീതയും അത് തന്നെയാണ് പറഞ്ഞത്. ഞാനും ഇത് ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇയാൾ 35 ലക്ഷം രൂപ ഇങ്ങനെ കൈമാറിയത് എന്നുള്ളത്. ഏതായാലും ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാ സംശയമാണ്, എന്തുകൊണ്ടാണ് എല്ലാവരുടെയും പ്രിയതാരമായ ലാലേട്ടൻ 35 ലക്ഷം രൂപ സരിതാ നായർക്ക് നൽകിയത്, എന്താണ് കാരണം എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്നു. അതല്ല, ഇപ്പൊ ഒരു സാധാരണ ഒരു സ്ത്രീ ഒരു രോഗബാധിതയായി അവർക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് കൊടുക്കുകയാണ്. അതിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ സോളാർ തട്ടിപ്പ് കഴിഞ്ഞ ശേഷവും ഇത് വാർത്തയായിട്ടില്ലാത്ത മറ്റു പല തട്ടിപ്പുകളും ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു വിഷയമുണ്ട്. ഒരു ഇടതുപക്ഷ പ്രവർത്തകനായ ഒരാളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ 2 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. കാരണം മന്ത്രി കടകംപള്ളിയുമായി വളരെ അടുത്ത കഴിഞ്ഞ LDF ഭരണകാലത്താണ് അടുത്ത ബന്ധമാണെന്നും ഇവർ വിചാരിച്ചാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയുന്നത് അത് അവർ വിശ്വസിക്കുന്നത് നടക്കും എന്നുള്ള ഒരു ബോധ്യമാണ് അവരെ ആ 2 ലക്ഷം രൂപ കൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഒപ്പോടുകൂടിയ ഒരു ലെറ്ററാണ് അവരെ കാണിച്ച് വിശ്വസിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ജോലി കൊടുക്കാം, കടകംപള്ളിയുമായി എനിക്ക് അടുത്ത ബന്ധമാണുള്ളത്, അതുകൊണ്ട് ഇത്ര വേക്കൻസി ഇവിടെ എന്തായാലും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ 2 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് 1-2 പേരെന്നല്ല, ഒരു 17 പേരാണെന്ന് തോന്നുന്നു ഇങ്ങനെ 2 ലക്ഷവും 3 ലക്ഷവുമായിട്ട് ഇവർക്ക് പൈസ കൊടുത്തത്. പക്ഷേ ഈ കൊടുത്തവർക്ക് പുറത്തു പറയാൻ നാണക്കേടായതുകൊണ്ട് മാത്രമാണ് അവർ പുറത്തു പറയാത്തത്. കാരണം ഇത്രയും വലിയൊരു തട്ടിപ്പുകാരിയാണ് എന്ന് അറിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോയി അവർക്ക് ഇങ്ങനെ, അതായത് വ്യാജ നിയമന തട്ടിപ്പാണത്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകന്റെ കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ അയാൾ അത് പുറത്തുവിടില്ല. കാരണം എന്താണ്, ഇടതുപക്ഷം ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവർ പരാതി നൽകാൻ തയ്യാറല്ല, ഒരു തെളിവ് പോലും അവർ കൈമാറാൻ തയ്യാറല്ല. അപ്പോ ഇങ്ങനെ ഒരു തട്ടിപ്പുകാരിക്ക് മോഹൻലാൽ 35 ലക്ഷം കൊടുത്തതിലാണ് ആ ഒരു സംശയം വരുന്നത്. ഒരു സാധാരണ സ്ത്രീക്ക്, അതായത് ചികിത്സാ ചെലവിനായി സാധാരണ എത്രയോ സ്ത്രീകൾ ഗതിയില്ലാതെ, ജീവിക്കാൻ വഴിയില്ലാതെ, ചികിത്സയ്ക്ക് ഗതിയില്ലാതെ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ, അതിപ്പോ ഞാൻ ചില മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ചെല്ലുമ്പോഴേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോ, തിരുവനന്തപുരത്തായിരുന്നു, മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോ ഒരാൾ വന്നിട്ട് മരുന്ന് വാങ്ങുമ്പോൾ അയാൾ ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, 15 ദിവസത്തേക്കുള്ള മരുന്നിന് എത്ര രൂപയാകും, 30 ദിവസത്തേക്കുള്ള മരുന്നിന് എത്ര രൂപയാകും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, 15 ദിവസത്തെ മരുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, 30 ദിവസത്തെ മരുന്ന് അയാൾക്ക് കൊടുക്കും, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് പോലും കേൾക്കുമ്പോൾ വിഷമം വരും. അങ്ങനെ ഒരാൾക്കാണ്, അത്രയ്ക്ക് ദാരിദ്ര്യാവസ്ഥയിലുള്ള ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാണ് പണം നൽകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ലോകം മുഴുവൻ തട്ടിച്ച് കോടികളുടെ ആസ്തി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പുകാരി, ആ തട്ടിപ്പുകാരി തട്ടിപ്പിന് ശേഷം ജയിലിലായ ശേഷം പുറത്തിറങ്ങി വീണ്ടും തട്ടിപ്പ് നടത്തുന്നു. അവർക്ക് കോടികളുടെ ആസ്തി ഉണ്ടായിട്ടുണ്ട്, തിരിച്ചും മറിച്ചും പറഞ്ഞും കോടികളുടെ ആസ്തി അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കുട്ടികളെ എല്ലാം അവർ സെറ്റിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ത്രീ, അങ്ങനെ ഒരു തട്ടിപ്പുകാരി വീണ്ടും പണം കൊടുക്കാനുള്ള മോഹൻലാലിന്റെ ചേതോവികാരമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞാൻ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞത്. സാധാരണക്കാരായ ഒരു ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണം, അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല സാധാരണക്കാർക്ക് കൊടുക്കില്ലായിരിക്കാം, അറിയില്ല, സാധാരണക്കാരായ ഒരാൾക്ക് കൊടുക്കേണ്ട പണം. ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ സുരേഷ് ഗോപി സരിത ചോദിച്ചാൽ കൊടുക്കും, കാരണം സുരേഷ് ഗോപി എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ്. ഇവിടെ മറ്റാർക്കും ആക്സസബിൾ അല്ലാത്ത മോഹൻലാൽ 35 ലക്ഷം രൂപ ബാബുരാജ് വഴി വളരെ അതീവ രഹസ്യമായൊക്കെ കൊടുത്തു വിടണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് വിഷയം ചർച്ചയാക്കണം. ഒരു തട്ടിപ്പുകാരിക്ക് ഇത്രയും പണം ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് തന്നെയാണ് വിഷയം ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റൊരു കാര്യം ശ്രീല, ഇപ്പൊ സാധാരണഗതിയിൽ സോഷ്യൽ വിഷയങ്ങളിലൊന്നും ഇപ്പൊ മോഹൻലാൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നതൊന്നും നമ്മളത് ചർച്ചയാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ മോഹൻലാലിന്റെയും ബാബുരാജിന്റെയും പേര് ഇതിൽ വലിച്ചിഴക്കപ്പെടുമ്പോൾ, അതും സരിതാ നായർ തന്നെ പറയുമ്പോൾ, അതിനെതിരെ പ്രതികരിക്കേണ്ടത്, അതിനൊരു ഉത്തരം നൽകേണ്ടത്, സമൂഹത്തിന് അതിനൊരു മറുപടി നൽകാനുള്ള ഒരു ബാധ്യത മോഹൻലാലിനുമുണ്ട്, ബാബുരാജിനുമുണ്ട്. ഇവർ രണ്ടുപേരും അതിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരിക്കും അവർ തീർച്ചയായും അതെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷെ ബാബുരാജ് പെട്ടെന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ചെയ്തു.
മത്സര രംഗത്ത് നിന്ന്. അപ്പോൾ അത് കൂടുതൽ ചർച്ചയാക്കേണ്ട എന്നുള്ള മോഹൻലാലിന്റെ സ്ഥിരം ഒരു ഡിപ്ലോമസി ആയിരിക്കാം അതിലെന്ന് എനിക്ക് തോന്നുന്നു. മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടാവും ഒരുപക്ഷെ ബാബുരാജ് അതിൽ നിന്ന് പിൻവലിഞ്ഞത്. കാരണം ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ സമൂഹം ഇത് ചർച്ചയാക്കേണ്ടതില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുമാകാം. ഏതായാലും മോഹൻലാൽ ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് നടപടികളിലൂടെയാണ് പലപ്പോഴും കടന്നുപോയിട്ടുള്ളത്. അത് സംഘികളുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കുകയും ഇടതുപക്ഷത്തിന്റെ കൂടെയാണെന്ന് വരുത്തി തീർക്കുകയും എല്ലാവരുടെയും കൂടെയാണെന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യത്തിലും വ്യക്തമായ അഭിപ്രായം പറയില്ല. ഒരു കാര്യത്തിലും അങ്ങനെ വ്യക്തമായ ഒരു നിലപാടെടുക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ സരിതാ നായരുടെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഈ തട്ടിപ്പുകാരിക്ക് 35 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ അതിനെന്തോ റീസൺ ഉണ്ട് എന്ന് തന്നെയാണ്. അതിന് മറുപടിയും പറയാത്തിടത്തോളം കാലം അത് ശരിയാണെന്ന് തന്നെയാണ്. സരിത ചെക്ക് സഹിതം വെക്കുമ്പോൾ അത് ശരിയായ കാര്യം തന്നെയാണെന്ന് യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല.